The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi children, welcome back to our social science class. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഒരു കഥയിലൂടെ തുടങ്ങാം അല്ലേ? ഒരിക്കൽ ഒരു രാജാവ് അദ്ദേഹത്തിൻ്റെ പടയാളികൾക്കൊപ്പം നായാട്ടിന് പോയി. നായാട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ദാഹം കൊണ്ട് വലഞ്ഞു. അപ്പോൾ അവർ അങ്ങനെ നടക്കുന്ന സമയത്ത് വഴിയിലൊരു കിണർ കണ്ടു. വെള്ളം കോരിക്കൊടുക്കാൻ വേണ്ടി അവിടെ അന്ധനായ ഒരാളുണ്ടായിരുന്നു. ഒരു പടയാളി അന്ധൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, എടാ കണ്ണുപൊട്ട, കുറച്ച് വെള്ളം ഇങ്ങോട്ട് ഒഴിച്ചതാ. നിന്നെപ്പോലെയുള്ള അഹങ്കാരികളായ പടയാളികൾക്ക് കൊടുക്കാൻ ഇവിടെ വെള്ളമില്ല. അന്ധൻ ചങ്കൂറ്റത്തോടെ പറഞ്ഞപ്പോൾ പടയാളി നാണം കെട്ടുപോയി. അടുത്തതായി സേനാപതി വന്നു. അന്ധനായ സഹോദര, കുറച്ച് വെള്ളം തരൂ. അയാൾ ആവശ്യപ്പെട്ടു. മാന്യത വാക്കിൽ മാത്രം പോരാ, പ്രവൃത്തിയിലും കൂടി വേണം. ഇത്രയും പറഞ്ഞ് അന്ധൻ സേനാപതിക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്ന രാജാവ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് കുറച്ച് വെള്ളം തരണം എന്ന് അഭ്യർത്ഥിച്ചു. അത് എങ്ങനെയാണ് ചോദിച്ചതെന്നറിയോ? അമ്മാവ, ദയവായി അല്പം വെള്ളം തരണം, കലശലായ ദാഹമുണ്ട്. അപ്പോൾ ആ സമയത്ത് ആ അന്ധൻ പറഞ്ഞു, ഇരിക്കൂ മഹാരാജൻ, ഇതാ വെള്ളം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ എഴുന്നേറ്റ് ഭവ്യതയോടെ വെള്ളം ഒഴിച്ചു കൊടുത്തു. രാജാവ് ദാഹം ശമിച്ച് നന്ദി പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആ അന്ധൻ പറഞ്ഞു, മഹാരാജൻ അങ്ങെന്തിന് നന്ദി പറയണം? ഈ കാണുന്നതെല്ലാം അങ്ങയുടേതല്ലേ? അടിയൻ ഇവിടുത്തെ ഒരു സേവകൻ മാത്രമല്ലേ? അന്ധൻ സവിനയം പറഞ്ഞു. രാജാവിന് അത്ഭുതമായി. അദ്ദേഹം ചോദിച്ചു, അങ്ങ് അന്ധനായിട്ടും ഞങ്ങളെ ഓരോരുത്തരെയും ഇത്ര കൃത്യമായി എങ്ങനെ തിരിച്ചറിഞ്ഞു? അങ്ങയ്ക്ക് വല്ല സിദ്ധിയുമുണ്ടോ? ഇത് സിദ്ധിയൊന്നുമല്ല രാജൻ. ഓരോരുത്തരും ഉപയോഗിക്കേണ്ട ഭാഷ അവരവരുടെ നിലവാരം അറിയിക്കുന്നു. നിങ്ങൾ 3 പേരും ഉപയോഗിച്ച വാക്കുകൾ കൊണ്ടാണ് ഞാൻ നിങ്ങളെ തിരിച്ചറിയുന്നത്. ഇത്രയും പറഞ്ഞ് അന്ധൻ രാജാവിന് വെള്ളം കൊടുക്കുകയും അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ വാക്കിൽ നിന്നാണ് അല്ലെങ്കിൽ വാക്കുകളിൽ നിന്നാണ് ഓരോരുത്തരെയും തിരിച്ചറിയാൻ കഴിയുന്നത്. അപ്പോൾ വാക്കുകളും വ്യക്തിയും തമ്മിലുള്ള ബന്ധം അത് ഒരു വലിയ ബന്ധം തന്നെയാണ് അല്ലേ? അപ്പോൾ ആ രാജാവിന് അന്നൊരു പുതിയ അറിവാണ് കിട്ടിയത്. ഈ അന്ധനിൽ നിന്ന് അദ്ദേഹം ഒരു പുതിയ അറിവ് നേടുകയാണ് ഉണ്ടായത്. അപ്പോൾ കുട്ടികളെ, അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളുടെ വാക്കിലൂടെയാണ് നമ്മളെ ഓരോരുത്തരെയും വിലയിരുത്തുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ നല്ല വാക്കുകളായിരിക്കണം, അതുപോലെ തന്നെ നല്ല പ്രവൃത്തിയും. അപ്പോൾ ഇന്നത്തെ കഥയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഗുണപാഠം അതുതന്നെ ആയിരിക്കട്ടെ, നല്ല വാക്കുകളും നല്ല പ്രവൃത്തിയും. അതിലൂടെ എല്ലാവരും നമ്മെ നല്ലതിനേക്ക് അല്ലെങ്കിൽ നല്ല ഒരു നാളേക്ക് നമ്മളെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ കഥ കേട്ടു അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി. അഹങ്കാരമാണ് ഇന്ന് നമ്മളെ ഭരിക്കുന്നത്. അപ്പോൾ വിനയം കൊണ്ട് അതിനെ ഇല്ലാതാക്കിയാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ശാന്തി ഉണ്ടാവുള്ളൂ, അതുപോലെ മുന്നേറാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അഴുക്കുള്ള ഒരു ബക്കറ്റിൽ എത്ര വെള്ളം ഒഴിച്ചാലും ഫലമില്ല അല്ലേ? മുഴുവൻ വെള്ളവും ചീത്തയാകും. അപ്പോൾ വിനയം എന്നത് നമ്മളിലെ അഹംഭാവത്തെ കളയാനും ഒപ്പം നന്മകളെ സ്വീകരിക്കാനുമുള്ള മാർഗമാണ്. അപ്പോൾ എപ്പോഴും നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ആ വിനയം ഉണ്ടായിരിക്കണം. ഓക്കെ. In the previous class, we learned who representatives are.
what democracy is. Some great personalities quote on democracy. നമ്മൾ പഠിച്ചു അല്ലേ, കുറേ ഡെമോക്രസിയെക്കുറിച്ച് പഠിച്ചു, 3 പേഴ്സണാലിറ്റീസ് നൽകിയ ഡെഫിനിഷൻസും നമ്മൾ പഠിച്ചു. വാട്ട് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഡെമോക്രസി, നമ്മൾ ഡയറക്റ്റ് ഡെമോക്രസിയും ഇൻഡയറക്റ്റ് ഡെമോക്രസിയും പഠിച്ചു അല്ലേ. ടുഡേ ലെറ്റ് us learn more about democracy, how election is conducted and so on. As we all know, elections are conducted on the basis of adult franchise. ഇനി അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഫ്രാഞ്ചൈസ് മീൻസ് ദ റൈറ്റ് ടു വോട്ട് ഇൻ ഇലക്ഷൻ. ദാറ്റ് ഈസ് എനി സിറ്റിസൺ ഹു ഹാസ് അറ്റൈൻഡ് ദ ഏജ് ഓഫ് 18 ഹാസ് ദ റൈറ്റ് ടു വോട്ട് ഇൻ ഇലക്ഷൻ. അതായത് 18 വയസ്സ് കഴിഞ്ഞ ഓരോ ഇന്ത്യൻ പൗരനും എന്തുണ്ട്? വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്? അഡൽട്ട് ഫ്രാഞ്ചൈസ്, പ്രായപൂർത്തി വോട്ടവകാശം, അഡൽട്ട് ഫ്രാഞ്ചൈസ്. ഡിയർ സ്റ്റുഡൻസ്, ഇപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇലക്ഷൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു 4 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൻസർ നിങ്ങൾ സ്വയം കണ്ടെത്തിയിട്ട് ആ ആൻസർ ടീച്ചർക്ക് അയച്ചു തരണം. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ടീച്ചർ ഇപ്പോൾ വായിക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് അതിനുള്ള ആൻസർ കണ്ടെത്തിയിട്ട് ടീച്ചർക്ക് അയച്ചു തരിക. ഇതൊരു ഹോംവർക്കായിട്ട് എടുക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ എമംഗ് യുവർ ഫാമിലി മെമ്പേഴ്സ് ക്യാൻ വോട്ട്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആരൊക്കെയാണ് നിങ്ങളുടെ ഫാമിലിയിൽ വോട്ട് ചെയ്യാൻ പോകുന്നവർ? ദെൻ വിച്ച് ഈസ് യുവർ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കോൺസ്റ്റിറ്റ്യുവൻസി? നിങ്ങളുടെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കോൺസ്റ്റിറ്റ്യുവൻസി ഏതാണ്? Then, who is the member of the Legislative Assembly or MLA from your constituency? ആരാണ് നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ MLA? Then, which is your ലോകസഭ കോൺസ്റ്റിറ്റ്യുവൻസി? നിങ്ങളുടെ ലോകസഭ കോൺസ്റ്റിറ്റ്യുവൻസി ഏതാണ്? മണ്ഡലം ഏതാണ്? Then, who is the member of parliament or MP from your constituency? നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ MP ആരാണ്, അവരുടെ പേര്. ഇതെല്ലാം നിങ്ങൾ എഴുതിയതിന് ശേഷം ടീച്ചർക്ക് അയച്ചു തരിക. അപ്പോൾ ടീച്ചർ നോക്കിയിട്ട് അത് കറക്റ്റ് ചെയ്ത് തരിക. ഇതൊരു ഹോംവർക്കായിട്ട് എടുക്കുക. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് ടീച്ചർക്ക് അയച്ചു തരിക. ഓക്കെ, ദ പീപ്പിൾ ഓർ വി അഡൽട്ട് ദ റെപ്രസെൻറ്റേറ്റീവ്സ് ടു ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, ദാറ്റ് മീൻസ് പഞ്ചായത്ത്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്, ദാറ്റ് ഈസ് MLA, ആൻഡ് ലോകസഭ, ദാറ്റ് ഈസ് MP, ത്രൂ വോട്ടിംഗ്. അപ്പോൾ ഈ പറഞ്ഞവരെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് വോട്ട് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ വോട്ടിങ്ങിലൂടെയാണ്. ആരൊക്കെയാണ്? പഞ്ചായത്ത് അല്ലെ, പഞ്ചായത്ത് ഇലക്ഷൻ, അതുപോലെ MLA, MP, ഇവരൊക്കെ തിരഞ്ഞെടുക്കുന്നത് വോട്ടിങ്ങിലൂടെയാണ്. ദാറ്റ് ഈസ് വി പീപ്പിൾ ഇലക്ട് റെപ്രസെൻറ്റേറ്റീവ്സ് ടു ഗവേൺ അറ്റ് വേരിയസ് ലെവൽസ് ഫ്രം ലോക്കൽ ലെവൽ ടു പാർലമെൻറ്റ്. The basic feature of democracy is election. അപ്പോൾ ഡെമോക്രസിയുടെ ബേസിക് ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ഷൻ, തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ വോട്ടിംഗ്. ഓക്കെ, വാട്ട് വി ഹാവ് ടു ലേൺ നെക്സ്റ്റ് ഈസ് ദ സ്റ്റേറ്റസ് ഓഫ് ഇലക്ഷൻ. There are certain formalities that we have to follow before conducting an election. ഇനി ഇലക്ഷൻ നടത്തുന്നതിന് മുമ്പ് ചില ഫോർമാലിറ്റീസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതാണ് അടുത്തതായിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും നോക്കുക, അതിലൊരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്, അത് നോക്കുക. ഓക്കെ, ദ പേഴ്സൺ ഹൂ വിഷസ് ടു സ്റ്റാൻഡ് ആസ് എ കാൻഡിഡേറ്റ് ഫോർ ദ ഇലക്ഷൻ ഷുഡ് സബ്മിറ്റ് ഹിസ് നോമിനേഷൻ. ഇനി ഇലക്ഷന് മത്സരിക്കുന്ന ആൾ എന്ത് ചെയ്യണം? ആദ്യം ഒരു നോമിനേഷൻ സബ്മിറ്റ് ചെയ്യണം. സബ്മിഷൻ ഓഫ് നോമിനേഷൻ. ഇനി അതിന് ശേഷം വരുന്ന പ്രൊസീജിയേഴ്സ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ദ ഇലക്ഷൻ വിൽ ഇഷ്യൂ ദ ഡേറ്റ്സ് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ, ദാറ്റ് ഈസ് വെൻ ദ ഇലക്ഷൻ വിൽ ബി കണ്ടക്റ്റഡ്. ആദ്യം ഇലക്ഷൻ്റെ ഡേറ്റ് പറയും. ദെൻ സബ്മിഷൻ ഓഫ് നോമിനേഷൻ, അതിനുശേഷം നോമിനേഷൻ നമ്മൾ കൊടുക്കണം. ദെൻ ആഫ്റ്റർ ദ സബ്മിഷൻ ഓഫ് യുവർ നെയിം, the government will scrutinize means examine thoroughly, നന്നായിട്ട് പരിശോധിക്കും. യുവർ നോമിനേഷൻ, നിങ്ങളുടെ ആ കൊടുത്തിട്ടുള്ള നോമിനേഷൻ നന്നായി പരിശോധിക്കും. ദെൻ ആഫ്റ്റർ ദാറ്റ് ഇഫ് എനി ഇഷ്യൂസ് ഓർ പ്രോബ്ലംസ് യു ക്യാൻ വിത്ഡ്രോ യുവർ നോമിനേഷൻ. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് വല്ല ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോമിനേഷൻ പിൻവലിക്കാൻ പറ്റും. ആ കൊടുത്ത നോമിനേഷൻ നിങ്ങൾക്ക് പിൻവലിക്കാം. ഓക്കെ,
നെക്സ്റ്റ് കംസ് വോട്ടിംഗ്. പീപ്പിൾ കാസ്റ്റ് ദെയർ വോട്ട്. അതിനുശേഷം ആളുകൾ വോട്ട് ചെയ്യാൻ തുടങ്ങും. ഫൈനലി വോട്ട്സ് വിൽ ബി കൗണ്ടഡ് ആൻഡ് ദ റിസൾട്ട് വിൽ ബി ഡിക്ലെയർഡ്. അവസാനം എന്താവും? വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഒരു ദിവസം ആ വോട്ടെല്ലാം എണ്ണി റിസൾട്ട് ഡിക്ലെയർ ചെയ്യും. അപ്പോൾ ഇതാണ് എന്ത് ഈ ഇലക്ഷൻ്റെ പ്രൊസീജിയേഴ്സ്. അപ്പോൾ 6 points ഉണ്ട്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓൾ ഓഫ് യു വാണ്ട് ടു സ്റ്റഡി ദീസ് 6 points. ഓക്കെ. Then all these stages have to be followed for the smooth functioning of an election. ഇനി ഈ ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഫോളോ ചെയ്യുന്നത്? സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ആൻ ഇലക്ഷൻ. ഒരു ഇലക്ഷൻ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഫോളോ ചെയ്യുന്നത്. ഓക്കെ. ഇലക്ഷൻ ഈസ് ആൻ ഇന്നെവിറ്റബിൾ പാർട്ട് ഓഫ് ഡെമോക്രസി. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഇലക്ഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഡെമോക്രസി. ഡെമോക്രസി ഡിപ്പെൻഡ്സ് ഓൺ സം അതർ ഫാക്ടേഴ്സ് ടു. ഇനി വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണത്? നൗ ലെറ്റ് us see the factors which sustains democracy. ഇനി നമുക്കത് കാണാൻ പറ്റും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ഒന്ന് നോക്കുക എല്ലാവരും. ഫസ്റ്റ് വൺ, ദ റൂൾ ഓഫ് ലോ. ദ റൂൾ ഓഫ് ലോ. ഓൾ ആർ ഈക്വൽ ബിഫോർ ദ ലോ. ഓൾ ആർ ഈക്വൽ ബിഫോർ ദ ലോ. എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. ഓക്കെ. എവരിബഡി ഈസ് ഒബ്ലൈജ്ഡ് ടു ഒബേ ദ ലോ. എല്ലാവരും ഈ നിയമങ്ങൾ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ ഈ നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യതപ്പെട്ടവരാണ്. ഓക്കെ. ആഫ്റ്റർ ദ റൂൾ ഓഫ് ലോ നെക്സ്റ്റ് വൺ ഈസ് റൈറ്റ്സ്. റൈറ്റ്സ് പറഞ്ഞാൽ അവകാശങ്ങൾ. റൈറ്റ്സ് ആർ ഗ്രാൻറ്റഡ് ടു ദ സിറ്റിസൺസ് ഫോർ ദ പ്രോഗ്രസ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ദ കൺട്രി. റൈറ്റ്സ് എന്ന് പറയുന്നത് ഓരോ സിറ്റിസനും കൊടുത്തിട്ടുള്ള അവകാശങ്ങളാണ്. അതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? പ്രോഗ്രസ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ദ കൺട്രി. നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്കും ഓരോ വ്യക്തികളുടെ പുരോഗതിക്കും വേണ്ടിയിട്ടുള്ള ചില അവകാശങ്ങളാണ് നമ്മുടെ ഭരണഘടന ഉറപ്പുവരുത്തിയിട്ടുള്ളത്. ഓക്കെ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ. അപ്പം നമുക്ക് നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ലോസും റൈറ്റ്സും തന്നിട്ടുണ്ട്. അതായത് 2 കോളത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് ടീച്ചർ പറയുമ്പോൾ അത് ഫില്ല് ചെയ്യുക. ഓക്കെ. ഫസ്റ്റ് ലോ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. എല്ലാവർക്കും വിദ്യാഭ്യാസത്തിനുള്ള റൈറ്റ്, അവകാശം തന്നിട്ടുണ്ട്. അതിൻ്റെ റൈറ്റ് അതെന്താണ്? റൈറ്റ്സിലേക്ക് വരുമ്പോൾ അവിടെ എന്താ എഴുതേണ്ടത്? എൻഷ്യൂർ എഡ്യൂക്കേഷൻ ഫോർ ഓൾ. എല്ലാവർക്കും വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക. നെക്സ്റ്റ്, ട്രാഫിക് ലോസ്. ദാറ്റ് ഈസ് സേഫ്റ്റി. അതിൻ്റെ റൈറ്റ് എന്താണ്? സേഫ്റ്റി, സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് വൺ, റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട്. അതായത് വിവരാവകാശം. അത് എന്തിനുള്ളതാണ്? എന്ത് റൈറ്റാണ്? റൂൾസ് ടു ഗെറ്റ് ഇൻഫോർമേഷൻ. നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത്, ഓരോ ഇൻഫോർമേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് വൺ, ദ സീനിയർ സിറ്റിസൺസ് ആക്ട്. അതായത് മെയിൻ്റെനൻസ്, പ്രൊട്ടക്ഷൻ ആൻഡ് വെൽഫെയർ. അത് ഏത് റൈറ്റ്സ് വരും? പ്രൊട്ടക്റ്റിംഗ് ഓൾഡ് പീപ്പിൾ. അതായത് വയസ്സായ ആളുകൾക്ക് വേണ്ടിയിട്ട് കുറേ റൈറ്റ്സ്, ലോസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് എന്ത്? ദ സീനിയർ സിറ്റിസൺസ് ആക്ട്. ദാറ്റ് ഈസ് പ്രൊട്ടക്റ്റിംഗ് ഓൾഡ് പീപ്പിൾ. വയസ്സായ ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ടീച്ചർ പറഞ്ഞതുപോലെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് എഴുതുക. ഓക്കെ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഭാഗം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. താങ്ക് യു. ബൈ.